വിശദമായ വാർത്തയിലേക്ക്. ശബരിമല യുവതീ പ്രവേശനത്തിന് പിന്നാലെ സംസ്ഥാനത്തെ അക്രമങ്ങളുടെ പേരിലും സർക്കാരും NSSഉം നേർക്കുനേർ. കലാപത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരിനെന്ന് NSS ആരോപിച്ചു. സമാധാനപരമായി പരിഹരിക്കാമായിരുന്ന പ്രശ്നം സങ്കീർണമാക്കിയതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് മാത്രമാണെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കി നിരീശ്വരവാദം നടപ്പാക്കാനുള്ള ആസൂത്രിത നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടന്നുവരുന്നതെന്നും NSS കുറ്റപ്പെടുത്തി. എന്നാൽ NSSന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സർക്കാരും CPMഉം രംഗത്തെത്തി. NSS പ്രസ്താവന BJPയെ സഹായിക്കാനാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. സർക്കാരിനെതിരെ കലാപം നടത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യേണ്ടതെന്നും NSSനോട് കോടിയേരി ആവശ്യപ്പെട്ടു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നുവെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചപ്പോൾ സംഘപരിവാറിനെ സംരക്ഷിക്കുന്ന നിലപാട് NSS തിരുത്തണമെന്ന് EP ജയരാജനും പ്രതികരിച്ചു. നേതൃത്വം കൊടുത്ത് നടത്തിയ ഹർത്താലുകളുടെ ഘട്ടം വന്നപ്പോൾ വിനോദസഞ്ചാര മേഖലയ്ക്ക് രാഷ്ട്രീയ കക്ഷികൾ കൊടുത്തുകൊണ്ടിരുന്നതായിട്ടുള്ള പ്രത്യേക പരിഗണന ഒട്ടും തന്നെ നൽകാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായില്ല. എനിക്ക് തോന്നുന്നു അവരാദ്യം ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചത് വിനോദസഞ്ചാരികളെയാണെന്നാണ് തോന്നുന്നത്. മറ്റൊരു രാഷ്ട്രം കേരളത്തിലേക്കുള്ള നിങ്ങളുടെ സഞ്ചാരം ശ്രദ്ധിക്കണം. അവിടെ ശബരിമല എന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പേരിൽ വലിയ കോലാഹലം നടക്കുകയാണ്, പ്രക്ഷോഭം നടക്കുകയാണ്. അതുകൊണ്ട് ആൾക്കൂട്ടമുള്ള സ്ഥലത്ത് നിങ്ങൾ പോകാൻ വേണ്ടി പാടില്ല എന്നെല്ലാം പറഞ്ഞ് തങ്ങളുടെ യാത്രയ്ക്ക് വിസ ചോദിക്കുന്ന ആളുകളോടും അല്ലെങ്കിൽ യാത്രാനുമതി ചോദിക്കുന്നവർക്കും അത്തരം നിർദ്ദേശം കൊടുക്കുക എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് അപമാനകരമായിട്ടുള്ള കാര്യമാണ്. RSSനെയും BJPയെയും സഹായിക്കാൻ NSSനെ പോലെയുള്ള ഒരു സംഘടന ഇത്രമാത്രം നിലവാരമില്ലാത്ത പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു. അവർ വലിയ വലിയ പാളിച്ചകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തെറ്റ് തിരുത്തി ശരിയായ നിലപാടിലേക്ക് പോകുന്നതായിരിക്കും അവർ നല്ലത്. RSSന്റെ ഭീഷണിക്കും RSSന്റെ സമ്മർദ്ദങ്ങൾക്കും കേന്ദ്ര ഭരണത്തിൻ്റെ ഭീഷണിക്കും ഭയന്ന് NSSനെ കൊണ്ട് ഇത്തരമൊരു പ്രസ്താവന ചെയ്യിപ്പിക്കുന്നത് ഒരിക്കലും NSSനെ പോലെയുള്ള ഒരു സംഘടനയ്ക്ക് യോജിച്ചതേയല്ല. NSS സമദൂരത്തിലല്ല കാര്യങ്ങൾ കാണുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും ആരോപിച്ചു. NSS ഒരു സമുദായ സംഘടന എന്നുള്ള നിലയിൽ നാട്ടിലെ ഉണ്ടാകുന്ന സംഭവങ്ങളെ നോക്കിക്കാണുന്നത് ശരിയായ രീതിയിലാണെങ്കിൽ, സമദൂരത്തിൽ ആണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാകുകയില്ല. വിശ്വാസി അവിശ്വാസി എന്ന് സമൂഹത്തെ വേർതിരിച്ച് ഇടതുപക്ഷത്തെ ആക്രമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് ആ കാലമൊക്കെ കേരളത്തിൽ കഴിഞ്ഞുപോയി എന്ന് അവർ വലിയ താമസമില്ലാതെ തന്നെ തിരിച്ചറിയും. കിരൺ ബാബു വിശദാംശങ്ങളുമായി ചേരുന്നു. കിരൺ, G. സുകുമാരൻ നായരുടെ പ്രസ്താവനയോട്, വാർത്താക്കുറിപ്പിനോട് സർക്കാരിന്റെയും CPMന്റെയും പ്രതികരണം എങ്ങനെയാണ്? ധന്യ, G. സുകുമാരൻ നായരുടെ പ്രസ്താവനയോട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെയും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെയും പ്രസ്താവനയിൽ നിന്ന് ഒന്ന് വളരെ വ്യക്തമാണ്. NSSനോട് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ തയ്യാറല്ല. ഇത്തരത്തിൽ NSS കടന്നാക്രമണം നടത്തുന്നെങ്കിൽ ഇതിനെതിരെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും, തിരിച്ചാക്രമണം ഉണ്ടാവും എന്നുള്ള ഒരു ശക്തമായ സന്ദേശം തന്നെയാണ് പ്രധാനമായും LDFും സർക്കാരും നൽകുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. NSS ജനറൽ സെക്രട്ടറി ഈ കഴിഞ്ഞ ഹർത്താലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വ്യാപകമായ അക്രമം നടന്നിരുന്നു. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഈ അക്രമത്തിനെതിരെ വലിയ വികാരം ഉയർന്നിരുന്നു. ഈ അക്രമത്തിലെല്ലാം പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ കുറ്റക്കാരുടെ സ്ഥാനത്ത് നിർത്തിയിരുന്നത് പ്രധാനമായും RSSനെയാണ്, അല്ലെങ്കിൽ BJP ആണ്. അപ്പൊ ഈ BJPക്കാരെ അക്രമകാരികളായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ട് അക്രമത്തിന് ഉത്തരവാദികൾ സർക്കാരാണ് എന്ന മട്ടിലാണ് പ്രധാനമായും പ്രചരണ NSSന്റെ ഭാഗത്തു നിന്ന് വിശദീകരണം വന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വിശദീകരണം കൂടി നൽകുന്നുണ്ട്. കേരളത്തിലെ എല്ലാ മതത്തിൽപ്പെട്ട വിശ്വാസികളുടെ സംഘടനകളും ഒന്നിക്കണം. ഈ കേരളത്തിലെ ഇടതു സർക്കാർ നിരീശ്വരവാദം പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ നിരീശ്വരവാദത്തിനെതിരെ എല്ലാ മതത്തിൽപ്പെട്ടവരും ഒന്നിക്കണം, സംഘടനകളും ഒന്നിക്കണം എന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇതിൽ CPM പ്രധാനമായും കാണുന്നത് വിമോചന സമരത്തെയാണ്. വിമോചന സമരകാലത്തെ പോലെ വിമോചന സമരകാലത്തും ഇതേ ആരോപണമാണ് ഉന്നയിച്ചത്. നിരീശ്വരവാദികളുടെ സർക്കാരാണിത്, വിശ്വാസികളെല്ലാം ഈ സർക്കാരിനെതിരെ ഒന്നിക്കണം, ആ നിരീശ്വരവാദികളുടെ സർക്കാരാണ് എന്നുള്ള അതേ ആരോപണത്തെയാണ് ഇപ്പോൾ വീണ്ടും ഇടതു മുന്നണി കാണുന്നത്. ആ തരത്തിലേക്ക് വീണ്ടും
എല്ലാ മതത്തിൽപ്പെട്ട വിശ്വാസികളെ ഒന്നിപ്പിക്കാനും സംഘടനകളെ ഒന്നിപ്പിക്കാനും സർക്കാരിനെതിരെ തിരിക്കാനും ഉള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു ശ്രമം ഉണ്ടാകുന്നു, NSSന്റെ ഭാഗത്തു ഉണ്ടാകുന്നു. ഈ ശ്രമത്തിന് പിന്നിൽ കൃത്യമായും RSSന്റെയും BJPയുടെയും പങ്കുണ്ട് എന്നും ഇടതുമുന്നണി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സുകുമാരൻ നായരുടെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ മന്ത്രി കടകംപള്ളി ഉത്തരവാദിത്തം സർക്കാരിനാണെന്ന NSSന്റെ ആരോപണത്തിന് സർക്കാരും CPM-ഉം മറുപടി നൽകി. R. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം കലാപങ്ങൾ തടയുന്ന കാര്യത്തിൽ, അക്രമങ്ങൾ അമർച്ച ചെയ്യുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. മനഃപൂർവ്വമായി കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും വർഗീയ സംഘർഷങ്ങൾക്ക് വഴിതെളിക്കാനും വേണ്ടിയിട്ടാണ് RSSും സംഘപരിവാറും അവരോടൊപ്പം തന്നെ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പെരാമ്പ്രയിലെ ടൗൺ ജുമാ മസ്ജിദ് ആക്രമിച്ച കേസിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി അതുൽ ദാസിനെയാണ് ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരാമ്പ്രയിൽ ജുമാ മസ്ജിദ് ആക്രമിക്കാൻ മുന്നോട്ട് വന്ന CPM എന്ത് സന്ദേശമാണ് നൽകുന്നത്? അതെന്തിനുള്ള തുടക്കമാണ്? ഇത്തരത്തിൽ വ്യാപകമായ അക്രമങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ അഴിച്ചുവിടാനുള്ള ബോധപൂർവമായ നീക്കം നടക്കുകയാണ്. ആരാധനാലയങ്ങൾ പോലും RSSകാരും CPMകാരും വെറുതെ വിടുന്നില്ല. അപ്പോൾ പെരാമ്പ്രയിലെ ജുമാ മസ്ജിദ് മാത്രമല്ല, SM സ്ട്രീറ്റിലുണ്ടായ സംഭവങ്ങൾ, ഇതെല്ലാം ബോധപൂർവം കേരളത്തിൽ വർഗീയ സംഘർഷങ്ങൾ വളർത്താനാണ് CPM-ഉം സംഘപരിവാർ ശക്തികളും ശ്രമിക്കുന്നത്. ഇവർ രണ്ട് കൂട്ടരും ചേർന്ന് സംസ്ഥാനത്തിൻ്റെ സമാധാന ജീവിതം അപകടത്തിലാക്കുകയാണ്. ഈ സമാധാന ജീവിതം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ പോലീസ് പരാജയപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർഗീയ പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾക്ക് നേരെ, സോഷ്യൽ മീഡിയയിൽ വരുന്നവർക്ക് നേരെ നടപടിയെടുക്കുമെന്ന് DGP പറയുന്നു. അത് ഏകപക്ഷീയമാണ്. UDF നേതാക്കന്മാർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വർഗീയമായ പ്രചരണങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ നടപടിയില്ല. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ അവർക്കെതിരെ നടപടി, അറസ്റ്റ്, ഉടനെ തന്നെ അവരെ സർവീസിൽ സസ്പെൻഡ് ചെയ്യുന്നു. കേരളത്തിൽ ഏതാണ്ട് 70ഓളം ആളുകളെയാണ് കഴിഞ്ഞ ഈ ഗവൺമെൻറ് വന്ന ശേഷം മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ചു എന്നുള്ള പേരിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ നേതാക്കളെയും നിരന്തരമായി അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ജീവന് തന്നെ വെല്ലുവിളി ഉയർത്തുകയും ചെയ്ത സംഭവങ്ങൾക്ക് പരാതി കൊടുത്തിട്ട് DGP ഒരു നടപടിയും എടുത്തിട്ടില്ല. അപ്പോൾ സംസ്ഥാന ഭരണകൂടവും പോലീസും സമാധാന ജീവിതം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ വൻതോതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവന് സ്വത്തിന് സുരക്ഷിതത്വം നൽകാൻ എന്തുകൊണ്ട് ഭരണകൂടത്തിന് കഴിയുന്നില്ല? വീടുകൾ ആക്രമിക്കപ്പെടുകയാണ്, വ്യാപകമായി വീടുകൾ ആക്രമിക്കപ്പെടുന്നു. ഇതിൽ ഇരയാകുന്നത് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളാണ്. കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്, കേരളം ഭരിക്കുന്ന CPM-ന് ഉത്തരവാദിത്തമുണ്ട്. കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങളുടെ ജീവിതം കൂടുതൽ അരാജകത്വത്തിലേക്ക് തള്ളിവിടാനാണ് ഈ രണ്ട് ഭരണകൂടത്തിൻ്റെയും വ്യക്താക്കൾ ശ്രമിക്കുന്നത്. 8, 9 തീയതികളിൽ ഇവിടെ പൊതു പണിമുടക്ക് നടക്കുകയാണ്. ഇതൊരു ഹർത്താലായി മാറരുത് എന്നുള്ള നിർദ്ദേശം ഞങ്ങൾ UDFന്റെ തൊഴിലാളി സംഘടനകൾക്ക് പ്രത്യേകം നൽകിയിട്ടുണ്ട്. വീണ്ടും ഒരു ഹർത്താൽ കൂടി കേരളത്തിന് താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് 8, 9 തീയതികളിൽ ഒരു കാരണവശാലും പണിമുടക്ക് നടത്താൻ ആഗ്രഹിക്കുന്ന തൊഴിലാളികൾക്ക് പണിമുടക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും നരേന്ദ്രമോദിയുടെയും BJPയുടെയും തെറ്റായ തൊഴിൽ നയങ്ങൾക്കെതിരെ, തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതവർ വിനിയോഗിക്കണം, പണിമുടക്ക് വിജയിപ്പിക്കണം. പക്ഷേ അത് കേരളത്തിൽ ഒരു ബന്ധായി മാറാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. UDF അതാണ് ആഗ്രഹിക്കുന്നത്. അതിന് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. UDFന്റെ നേതൃത്വത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമായ ജനുവരി 12-ന് കേരളത്തെ ഒരു ഭ്രാന്താലയമാക്കി മാറ്റാൻ സംഘപരിവാറും CPM-ഉം ശ്രമിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമയ്ക്ക് മുമ്പിൽ ഒരു ദിവസത്തെ ഉപവാസം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്.
ഈ മാസം 23-ാം തീയതി ഭരണ തകർച്ചയും അതോടൊപ്പം തന്നെ പ്രളയാനന്തര ദുരന്തം ഉണ്ടായതിനു ശേഷം സഹായങ്ങൾ കിട്ടാത്തതിലും സർക്കാരിൻ്റെ അനാസ്ഥയിലും പ്രതിഷേധിച്ചുകൊണ്ടും വിശ്വാസികളുടെ വിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന സർക്കാർ നടപടിയും പ്രതിഷേധിച്ച് ജില്ലാ കളക്ടറേറ്റുകളും സെക്രട്ടേറിയറ്റും വളയാൻ ഉപരോധിക്കാനും UDF തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും പരിപാടികളാണ് UDF ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ UDFന്റെ പ്രതിഷേധ പരിപാടികളെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ശബരിമല സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ അക്രമ സംഭവങ്ങൾ അവസാനിക്കുന്നില്ല. പാലക്കാട് ഡിവൈഎഫ്ഐ പ്രവർത്തകന് വെട്ടേറ്റു. കണ്ണൂർ തലശ്ശേരിയിലും പാട്യത്തും BJP ഓഫീസുകൾ ആക്രമിച്ചു. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിഞ്ഞതുമായി ബന്ധപ്പെട്ട് 7 BJP പ്രവർത്തകരെയും പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് CPM ബ്രാഞ്ച് സെക്രട്ടറിയെയും അറസ്റ്റ് ചെയ്തു. സംഘർഷങ്ങളിൽ സംസ്ഥാനത്ത് ഇതുവരെ 5397 പേർ അറസ്റ്റിലായതായി പോലീസ്. വിവിധ ജില്ലകളിൽ അശാന്തി പടർത്തി അക്രമ സംഭവങ്ങൾ തുടരുകയാണ്. പാലക്കാട് ചെർപ്പളശ്ശേരിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന് വെട്ടേറ്റു. കുറ്റിക്കോട്ട് പാന്തോട്ടത്തിൽ ഷബീർ അലിക്കാണ് വെട്ടേറ്റത്. മുഖംമൂടി ധരിച്ചെത്തിയ സംഘം വീട്ടിൽ കയറി വെട്ടുകയായിരുന്നു. BJP പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിൽ 6 CPM പ്രവർത്തകർ അറസ്റ്റിലായി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസിന്റെ ഡ്രൈവർ സുധീഷും അറസ്റ്റിലായിട്ടുണ്ട്. കണ്ണൂരിൽ NGO യൂണിയൻ കൌൺസിലർ P വിമൽകുമാറിന്റെ വീടിന് നേരെ ബോംബേറുണ്ടായി. കൊളശ്ശേരി വാച്ചിമുക്കിലെ വീടിന് പുലർച്ചെയാണ് ബോംബെറിഞ്ഞത്. വീടിന്റെ ജനൽ ഗ്ലാസുകൾ തകർന്നു. വീടിന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീടിന്റെ ഇരുത്തി ഭാഗം തകർന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനവാതിലുകൾ തകർന്നു പോയിട്ടുണ്ട്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിഞ്ഞ കേസിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പേർ റിമാൻഡിലാണ്. പ്രധാന പ്രതിയും RSS ജില്ലാ പ്രചാരകനുമായ പ്രവീണിനെ സഹായിച്ചവരും അക്രമം നടത്തിയവരുമാണ് അറസ്റ്റിലായത്. പ്രവീണിന്റെ സഹോദരൻ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവമോർച്ച തലശ്ശേരി മണ്ഡലം പ്രസിഡന്റിന്റെ വീടിന് നേരെ രാത്രിയിൽ ബോംബേറുണ്ടായി. വീടിന്റെ ജനൽച്ചില്ല് തകർന്നു. പാട്യം പത്തായക്കുന്നിലെ BJP ഓഫീസിന് നേരെയും അക്രമമുണ്ടായി. പുലർച്ചെ 1 മണിയോടെ ഓഫീസിന് നേരെ ഒരു സംഘം കല്ലെറിയുകയായിരുന്നു. ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നാളെ വൈകിട്ട് വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പേരാമ്പ്രയിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് CPM ബ്രാഞ്ച് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തു. മാണിക്കോത്ത് ബ്രാഞ്ച് സെക്രട്ടറി അതുൽദാസിനെ മതസ്പർദ്ധ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് ചെയ്തത്. വർഗീയത പരത്തുന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് DGPയുടെ നിർദ്ദേശം. സമാധാന യോഗങ്ങളും ചർച്ചകളും നടക്കുമ്പോഴും കണ്ണൂരും പാലക്കാടും സംഘർഷങ്ങൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. പാലക്കാട് ജില്ലയിൽ നിന്നും മാത്രം 426 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂരിൽ നിന്നും മനു ഭരത്തിനൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. ഹർത്താലിനെ തുടർന്നുള്ള അക്രമ സംഭവങ്ങളിൽ വിശദമായ റിപ്പോർട്ട് സർക്കാർ ഉടൻ ഗവർണർക്ക് കൈമാറും. നാശനഷ്ടത്തിന്റെ വിശദമായ കണക്ക് ഉൾപ്പെടുത്തിയാകും റിപ്പോർട്ട് കൈമാറുക. അക്രമങ്ങളിൽ പ്രതികളായ കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടാകും. അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നെങ്കിലും സമഗ്രമായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പോലീസ് റവന്യൂ വകുപ്പുകളോട് പൊതു സ്വകാര്യ സ്വത്തുക്കൾക്കുണ്ടായ നാശനഷ്ട കണക്കുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തമിഴ്നാട്ടിലുള്ള ഗവർണർ ഇന്ന് തിരിച്ചെത്തും. അതിനുശേഷം സർക്കാർ റിപ്പോർട്ട് കൈമാറും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് ഗവർണർ ഫോണിൽ കാര്യങ്ങൾ വിശദമാക്കിയിരുന്നു. ക്രമസമാധാന നില സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയും കേന്ദ്രത്തിന് റിപ്പോർട്ട് കൈമാറും. അക്രമം നടത്തിയവരുടെ അറസ്റ്റ് 3 ദിവസത്തിനകം പൂർത്തിയാക്കാനാണ് DGP ജില്ലാ പോലീസ് മേധാവികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 10,000 മുതൽ 5 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാവുന്ന തരത്തിലാണ് കേസുകൾ എടുത്തിട്ടുള്ളത്. 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് അറസ്റ്റിലായവർക്കെതിരെ ചുമത്തുന്നതും. എന്നാൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് RSS നേതാവ് പ്രവീൺ ബോംബെറിഞ്ഞ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഇതുവരെ അറസ്റ്റ് ചെയ്യാനാകാത്തതിൽ വിമർശനവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഹർത്താൽ ദിവസം പൊന്നാനിയിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായവരിൽ പോലീസ് ജോലിക്ക് പ്രവേശിക്കാനുള്ളയാളും ആശ്രിത നിയമനത്തിലൂടെ ജോലിയിൽ പ്രവേശിക്കാനിരുന്ന പൊന്നാനി കാഞ്ഞിരമുക്ക് സ്വദേശി അരുൺകുമാറാണ് പൊന്നാനി SIയുടെ കൈയൊടിച്ച കേസിൽ റിമാൻഡിലായത്.
ഹർത്താൽ ദിവസം പൊന്നാനി CV ജംഗ്ഷനിലായിരുന്നു പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടിയത്. CIയും SIയും ഉൾപ്പെടെ 7 പോലീസുകാർക്ക് പരിക്കേറ്റു. SI നൌഫലിന്റെ കൈയൊടിഞ്ഞു. 2 സിവിൽ പോലീസുകാർക്കും ഗുരുതരമായി പരിക്കേറ്റു. പോലീസിനെതിരായ ആക്രമണത്തിന് മുഖ്യ പങ്കുവഹിച്ചത് പോലീസിൽ ചേരാനിരിക്കുന്ന BJPയുടെ സജീവ പ്രവർത്തകനായ അരുൺകുമാർ. അന്ന് പോലീസ് പകർത്തിയ വീഡിയോയുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അരുൺകുമാർ പിടിയിലായത്. ഇയാൾക്കെതിരെ വധശ്രമം, പരിക്കേൽപ്പിക്കൽ, സംഘം ചേർന്നുള്ള അക്രമം തുടങ്ങി ജാമ്യം ലഭിക്കാത്ത 9 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സിവിൽ പോലീസ് ഓഫീസറായിരുന്ന സുന്ദരരാജൻ സർവീസിലിരിക്കെ മരിച്ച സാഹചര്യത്തിലായിരുന്നു മകൻ അരുണിന് നിയമനം ലഭിച്ചത്. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കെയാണ് അരുൺകുമാർ കേസിൽ അകത്താകുന്നത്. സർവീസിൽ പ്രവേശിക്കാനിരിക്കെ പോലീസിനെ തന്നെ ആക്രമിച്ചതിന് പിടിയിലായതോടെ ഇയാളുടെ നിയമനം ഇനി സാധ്യമാകില്ല. അരുൺകുമാറിന് പുറമെ 5 പേർ കൂടി കേസിൽ റിമാൻഡിലാണ്. പൊന്നാനി സബ് ജയിലിലാണ് ഇപ്പോഴിവരുള്ളത്. CV അനുമോദ്, ന്യൂസ് 18, മലപ്പുറം. ശബരിമല വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് BDJS കേന്ദ്ര സർക്കാരിനെയും BJP കേന്ദ്ര നേതൃത്വത്തെയും സമീപിക്കും. കോടിക്കണക്കിന് വിശ്വാസികളെ ബാധിക്കുന്ന പ്രശ്നം കൂടുതൽ പക്വതയോടെ വേണം കൈകാര്യം ചെയ്യാനെന്ന് തുഷാർ വെള്ളാപ്പള്ളി പ്രസ്താവനയിൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വൻ പരാജയമാണ്. സർക്കാർ സ്പോൺസേഡ് അക്രമമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി പ്രസ്താവനയിൽ പറഞ്ഞു. സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് ശബരിമല നട അടച്ച തന്ത്രിയുടെ നടപടി തെറ്റെന്ന് ദേവസ്വം കമ്മീഷണർ N. വാസു. നട അടയ്ക്കണമെങ്കിൽ തന്ത്രിക്ക് ദേവസ്വം ബോർഡിന്റെ അനുമതി വാങ്ങണമെന്നും ദേവസ്വം കമ്മീഷണർ പ്രതികരിച്ചു. ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള ഒരു ക്ഷേത്രമാണ്. അങ്ങനെയുള്ള ശബരിമല ക്ഷേത്രത്തിൽ നടയടയ്ക്കുകയോ ശുദ്ധി ക്രിയകൾ നടത്തുകയോ ചെയ്യണമെങ്കിൽ ബോർഡിൻ്റെ അനുമതി ചോദിക്കുകയും അനുമതി വാങ്ങുകയും ചെയ്യണം എന്നാണ് ദേവസ്വം മാനുവലിൽ പറയുന്നത്. സുപ്രീം കോടതി വിധി അനുസരിച്ച് യുവതികൾ വന്നു എന്നുള്ളത് കാരണത്താൽ നടയടയ്ക്കുകയും അതിൻ്റെ പേരിൽ ശുദ്ധിക്രിയ ചെയ്യുകയും ചെയ്ത നടപടി തെറ്റാണെന്നാണ് ബോർഡ് വിലയിരുത്തിയത്. ശബരിമല തന്ത്രിയെ മാറ്റാൻ ദേവസ്വം ബോർഡിന് അധികാരമുണ്ടെന്ന് രേഖകൾ. മറ്റ് ജീവനക്കാരെ പോലെ സർക്കാർ നിയമങ്ങളെല്ലാം തന്ത്രിമാർക്കും ബാധകമാണെന്ന് ദേവസ്വം മാനുവൽ വ്യക്തമാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിയെ മാറ്റാൻ ബോർഡിന് അധികാരമുണ്ടെന്ന് ദേവസ്വം മന്ത്രി ഇന്ന് പറഞ്ഞത്. ദേവസ്വം ബോർഡിലെ മറ്റു ജീവനക്കാരെ പോലെ തന്ത്രിയെ മാറ്റാൻ കഴിയുമോ? മാറ്റാൻ കഴിയുമെന്ന് ദേവസ്വം മാനുവൽ വ്യക്തമാക്കുന്നു. ദേവസ്വം മാനുവൽ പറയുന്നത് ഇങ്ങനെ: തന്ത്രിമാർക്ക് സർക്കാർ ദേവസ്വത്തിൽ തന്ത്രമുള്ളിടത്തോളം കാലം ജോലി സംബന്ധിച്ച് മറ്റു ജീവനക്കാരെ പോലെ വകുപ്പിന്റെ നിയന്ത്രണത്തിന് അധീനമായിരിക്കുന്നതും ഗവൺമെന്റ് നിയമങ്ങൾക്ക് വിധേയമായിരിക്കുന്നതുമാണ്. വ്യക്തമായി പറഞ്ഞാൽ ദേവസ്വം ബോർഡിലെ മറ്റേത് ജീവനക്കാർക്കെതിരെ സ്വീകരിക്കുന്ന നടപടിയും തന്ത്രിക്കെതിരെയും സ്വീകരിക്കാൻ നിയമമുണ്ട്. തന്ത്രിയെ നിയമിച്ച ദേവസ്വം ബോർഡിന് മാറ്റാൻ അധികാരമുണ്ടെന്ന ദേവസ്വം മന്ത്രിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നതും ഇതാണ്. തന്ത്രിയെ നിയമിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. അപ്പോൾ പിന്നെ ഏത് പരിധിവരെ പോകാൻ കഴിയുമെന്നുള്ളത് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ മാറ്റാൻ സാധിക്കും, നിശ്ചയമായിട്ടും, യാതൊരു സംശയമില്ല. അയിത്താചാരത്തിന്റെ പ്രശ്നം അതിനകത്ത് ഉയർന്നിരിക്കുന്നു എന്ന് ആക്ഷേപം ഉന്നയിക്കാൻ ഇടയുള്ളൊരു കാര്യമായിട്ട് അത് മാറിയിരിക്കുകയാണ്. അങ്ങനെ കടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ട സാഹചര്യം വന്നാൽ ഉടൻ പുതിയ തന്ത്രിയെ നിയമിക്കേണ്ടി വരും. മകരവിളക്ക് പൂജയ്ക്കിടയിൽ ഇതിന് പ്രായോഗിക പ്രയാസമുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് മറുപടിക്കായി 15 ദിവസ സമയം തന്ത്രിക്ക് നൽകിയത്. R. കിരൺ ബാബു, ന്യൂസ് 18, തിരുവനന്തപുരം. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ RSP കേരള ഘടകത്തെ തള്ളി ദേശീയ നേതൃത്വം. ലിംഗസമത്വം ഉറപ്പാക്കുകയാണ് RSPയുടെ നിലപാടെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി പറഞ്ഞു. സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിച്ചതിനെതിരെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ NK പ്രേമചന്ദ്രന് തിരിച്ചടിയാണ് ക്ഷിതി ഗോസ്വാമിയുടെ നിലപാട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ശബരിമല സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്ന NK പ്രേമേന്ദ്രൻ നിലപാടിന് വിരുദ്ധമാണ് പാർട്ടിയെന്നാണ് ദേശീയ ജനറൽ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി വ്യക്തമാക്കിയത്. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാണ് പാർട്ടി നിലപാടെന്ന് ക്ഷിതി ഗോസ്വാമി പറഞ്ഞു. എത്ര വർഷം പഴക്കമുള്ള ആചാരമാണെങ്കിലും സ്ത്രീ പുരുഷ സമത്വത്തിന് എതിരാണെങ്കിൽ തിരുത്തണമെന്നും അദ്ദേഹം അറിയിച്ചു. All will get equal right in the world. സുപ്രീം കോടതി വിധിക്കൊപ്പമാണ് പാർട്ടി. വിധി നടപ്പാക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ക്ഷിതി ഗോസ്വാമി പറഞ്ഞു. We support Supreme Court decision for allowing the women to enter the Ayyappa Mandir. We support that stand. That is our stand.
ശബരിമല വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് പ്രേമേന്ദ്രൻ നോട്ടീസ് നൽകിയിരുന്നു. UDF അംഗങ്ങൾക്കൊപ്പം പ്രേമേന്ദ്രൻ വാർത്താ സമ്മേളനവും നടത്തി. പാർട്ടി നിലപാടിന് വിരുദ്ധമാണ് പ്രേമേന്ദ്രൻ നിലപാടെന്ന് വ്യക്തമാക്കുന്നതാണ് ക്ഷതി ഗോസ്വാമിയുടെ വാക്കുകൾ. ന്യൂസ് 18 ഡൽഹി.